ശ്രീത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാകും? ആ അനിശ്ചിതത്വം തുടരുകയാണ്. ഷിൻഡെ ആവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് ആവും. പക്ഷേ അജിത് പവാർ ഓടിച്ചെന്ന് ദേവേന്ദ്ര ഫട്നാവിസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷിൻഡേക്ക് ഒരു എതിർപ്പില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഇല്ലേ? എന്തായിരുന്നാലും ദേവേന്ദ്ര ഫട്നാവിസിനാണ് നറുക്ക് വീഴാൻ പോകുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എന്തായാലും അവസാന ഘട്ടം വരെ ഏക്നാഥ് ഷിൻഡെ തൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ ജനങ്ങൾ വലിയ രീതിയിൽ അംഗീകരിച്ചത് ദേവേന്ദ്ര ഫട്നാവിസിനെയാണ്. കാരണം 152 സീറ്റിൽ മത്സരിച്ചിട്ട് 132 സീറ്റോടെ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് അദ്ദേഹം തൻ്റെ മുഖ്യമന്ത്രി കസേര അദ്ദേഹം പൂർണ്ണമായി തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് അനുകൂലമായ ഒരു പ്രതികരണം RSSൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. RSS ഇപ്പോൾ ഉദ്ദേശിക്കുന്നതും ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായി തിരിച്ചു വരണമെന്നാണ്. കാരണം മഹാരാഷ്ട്രയിൽ ശരത് പവാറിന് ശേഷം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് ദേവേന്ദ്ര ഫട്നാവിസാണ്. തൻ്റെ 44ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ മുംബൈയുടെ, നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയുടെ ഭരണചക്രം തിരിക്കാനുള്ള ഒരു അംഗീകാരം നേടിയെടുത്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. മികച്ച വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. 2019 തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും സഖ്യമായി മത്സരിക്കുന്നു. ആ സഖ്യം ജനങ്ങൾ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. കാരണം 160-ലധികം സീറ്റോടെ വീണ്ടും ആ സർക്കാരിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷേ ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗം കാലുവാരിയതിനാൽ തന്നെ പിന്നീട് ഇദ്ദേഹത്തിന് വെറും 3 ദിവസം മാത്രമേ മുഖ്യമന്ത്രിയാകാനുള്ള അവസരമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം രാജിവെച്ച് പിന്മാറുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് അവസരം കിട്ടിയിരുന്നു. ഈ ഏക്നാഥ് ഷിൻഡെ തിരിച്ചു വന്നപ്പോൾ ഈ ദേവേന്ദ്ര ഫട്നാവിസിന് മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിച്ചിരുന്നു. പക്ഷേ ആ സർക്കാർ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് ഈ ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ ഉറപ്പില്ലാതിരുന്നു. അതിനാൽ തന്നെയാണ് ഏക്നാഥ് ഷിൻഡെക്ക് സർക്കാരിൻ്റെ പൂർണ്ണമായ അധികാരം വിട്ടുകൊടുത്തിട്ട് ഇദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് NCP പുലർത്തി ശരത് പവാറിൻ്റെ പക്ഷത്ത് നിന്നും ഈ അജിത് പവാറും തൻ്റെ ഈ NDA സഖ്യത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം പിന്നീടുണ്ടായിരുന്നത് എന്തായാലും ഈ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ലക്ഷ്യം ഒരു തവണ നഷ്ടമായ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ച് ആ കസേര പിടിച്ചെടുക്കുക എന്ന രീതിയിലാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭ അതിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന രീതിയാണ് ഉണ്ടായത്. കാരണം BJP ചരിത്രത്തിലില്ലാത്ത രീതിയിൽ തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണ 23 സീറ്റ് നേടിയ BJPക്ക് ഇത്തവണ 9ലേക്ക് ചുരുങ്ങേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. കോൺഗ്രസ് 13ലേക്ക് ഉയരുകയാണ്. ആ രീതി വെച്ച് നോക്കുമ്പോൾ ഇനി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പലരും വിലയിരുത്തുകയുണ്ടായി. പിന്നീട് RSSുമായി ചേർന്ന് നിന്ന് അദ്ദേഹം പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തി. അത് ഒരു പരിധിവരെയല്ല, പൂർണ്ണമായി തന്നെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം 288-ൽ 220-ലധികം സീറ്റ് BJP അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളും ചേർന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഇപ്പോൾ എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. ഇന്നാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കാലാവധി തീരുന്നത്. അതിനാൽ തന്നെയാണ് അടിയന്തരമായി തന്നെ RSSും അതോടൊപ്പം തന്നെ BJP നേതൃത്വവും എല്ലാം കൊണ്ടുപിടിച്ച ചർച്ചകൾ നടത്തുകയാണ്. ഇതിൽ പ്രധാന പ്രശ്നം ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസിനാണ് അനുകൂലമായി സംസാരിക്കുന്നത്, അദ്ദേഹത്തെയാണ് പിന്തുണയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ BJPക്ക് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കാരണം 145 സീറ്റാണ് അവിടെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം. അതിന് 132 സീറ്റ് തന്നെ BJPക്ക് ഒറ്റയ്ക്കുണ്ട്. അതിനാൽ തന്നെ മറ്റു പാർട്ടികളെ സ്വതന്ത്ര പിന്തുണയോട് തന്നെ അവിടെ അധികാരത്തിനെത്താനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെയുമായും BJP കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ എല്ലാ ചർച്ചകളും ഡൽഹി കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിനാണ് ഈ മഹാരാഷ്ട്രയുടെ പൂർണ്ണമായി തന്നെ ഈ ചുമതല ഉണ്ടായിരുന്നത്. ആ ചുമതലയുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനം മുന്നോട്ട് പോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ പൂർണ്ണമായി തന്നെ മാറ്റി നിർത്തി വലിയ രീതിയിലുള്ള പ്രവർത്തനം RSS നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ ശിവസേനയുടെ ഭാഗത്ത് നിന്ന്, ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്ത് നിന്നും ചില ഫോർമുലകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതോടൊപ്പം തന്നെ തൻ്റെ പാർട്ടിക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളും ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ശരത് പവാർ അജിത് പവാർ ആവശ്യപ്പെടുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനവും മറ്റു വകുപ്പുകളും. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും ഈ അജിത് പവാർ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഇപ്പോൾ BJP ശിവസേനയും തമ്മിലാണ് ഈ തർക്കം നിലനിൽക്കുന്നത്. ഈ തർക്കം എന്തായാലും അവസാനം BJPക്ക് അനുകൂലമായി വരാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ചിലർ മറ്റു ഫോർമുലകളും പറയുന്നു. 2.5 വർഷം ഷിൻഡെയ്ക്ക് അർഹിച്ചതാണ് എന്ന രീതിയിൽ പറയുന്നു. കാരണം ഈ BJPയെ ചതിച്ചായിരുന്നല്ലോ ശിവസേന മറുകണ്ഠം ചാടിയത്. അതിനുശേഷം BJP പ്രവർത്തകരെയും BJP നേതാക്കളെയും വലിയ രീതിയിൽ വേട്ടയാടാൻ ശിവസേന ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുംബൈ നഗരത്തിലെല്ലാം BJP പ്രവർത്തകരെ ഈ ഉദ്ധവിൻ്റെ വിഭാഗക്കാർ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയാൽ മർദ്ദിക്കും. അത്ര വലിയ വിരോധം ഈ ഹിന്ദുത്വ രാഷ്ട്രീയ പേറുന്ന 2 സംഘടനകൾ തമ്മിൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടാകുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. പിന്നീടാണ് ഈ പാർട്ടിയെ പിളർത്തി ഏക്നാഥ് ഷിൻഡെ BJPയോടൊപ്പം ചേരുകയും അതിന് ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി സ്ഥാനമെല്ലാം നൽകുന്നത്. ആ ഉപകാരം മറക്കാൻ പാടില്ലെന്നാണ് ശിവസേനക്കാരും പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ശിവസേനയെ സപ്പോർട്ട് ചെയ്യുന്ന BJPയിൽ ഉള്ളിലുള്ളവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഏക്നാഥ് ഷിൻഡെ ഫഡ്നാവിസിനെതിരായും BJPയിൽ ചില എല്ലാ പാർട്ടിയിലും കാണുമല്ലോ തുരപ്പന്മാർ എതിരായിട്ട്, ഇങ്ങനെ ഒരു നേതാവിനെതിരെ പ്രവർത്തിക്കുന്ന ചില നേതാക്കൾ. ആ നേതാക്കളും ഏക്നാഥ് ഷിൻഡെക്കാണ് പിന്തുണ നൽകുന്നതും. പക്ഷേ ഏക്നാഥ് ഷിൻഡെയുടെ പ്രവർത്തനം വലിയ രീതിയിൽ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ മുൻനിർത്തിയായിരുന്നു ഇതിൻ്റെ തുടക്കത്തിലെല്ലാം BJP പ്രചരണം നടത്തിയിരുന്നത്. ഏക്നാഥ് ഷിൻഡെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന രീതിയിൽ. കാരണം ചെറിയ രീതിയിൽ ഫഡ്നാവിസിനെ ഉയർത്തിക്കാട്ടിയപ്പോൾ ഈ മറാത്ത പ്രക്ഷോഭം സംഘടിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ് ഇപ്പോൾ മറാത്ത നേതാവായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അതെ, ഈ മനോജിന് എന്തായാലും ഈ ഫഡ്നാവിസിനോട് താല്പര്യമില്ല. അപ്പോൾ അതിനെതിരെ ഈ ഫഡ്നാവിസിനോട് ഈ ഫഡ്നാവിസിനോട് അദ്ദേഹത്തിന് വലിയ എതിർപ്പാണ്. അത് BJPക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത BJP തിരിച്ചറിഞ്ഞു. കാരണം ഈ ഫഡ്നാവിസിനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോയാൽ ഈ മനോജിന്റെ പണി ചിലപ്പോൾ BJP. പക്ഷേ ഷിൻഡെ മുഖ്യമന്ത്രിയാകുമെന്നാണ് അവിടെ പറഞ്ഞു പരത്തിയത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അവിടെ. അല്ല, അത് ഈ ഭയം കൊണ്ടാണ്. ഈ മറാത്ത പ്രക്ഷോഭവുമായി, സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ മനോജിന് ഇദ്ദേഹത്തിനെതിരെ വലിയ നീരസമുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പ് BJPയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഷിൻഡെ മുൻനിർത്തിയ BJP പ്രചരണം നടത്തിയത്. അത് ഒരു പരിധിവരെ വിജയിച്ചു. അപ്പോൾ ഈ അവസാന ഘട്ടം ചിലപ്പോൾ അത് എന്തായാലും പാർട്ടിക്കുള്ളിലായിരുന്നെങ്കിൽ നാം കേരളത്തിലേക്ക് വരേണ്ടി വരുമായിരുന്നു. VSന്റെ ഫ്ലെക്സും വെച്ച് വോട്ട് പിടിച്ചിട്ട് പിണറായി മുഖ്യമന്ത്രിയാകുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. ആ സ്ഥിതിയിലേക്ക് ഇനി എന്തായാലും ചിലപ്പോൾ മഹാരാഷ്ട്രയെ മാറുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പിണറായി വിജയനെ പോലെയല്ല, വലിയ ജനകീയനാണ് ഫഡ്നാവിസ്. അദ്ദേഹം ഈ കുറഞ്ഞ പ്രായത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ കൗൺസിലറാകുന്നു, പിന്നീട് അവിടെ തന്നെ നാഗ്പൂരിലെ മേയറാകുന്നു, ചെറിയ പ്രായത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ BJPയുടെ പ്രസിഡന്റ് ആകുന്നു. മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ് കഴിഞ്ഞ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. എല്ലാ പാർട്ടികളും ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മഹാരാഷ്ട്ര. അതോടൊപ്പം തന്നെ മുംബൈ കോർപ്പറേഷനല്ല എല്ലാ പാർട്ടികളുടെ സ്വപ്നമാണ്. കാരണം അത്രത്തോളം ഫണ്ടുകൾ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ കഴിവുള്ള ആളുകൾ കഴിയുന്ന ഒരിടമാണ്. അതോടൊപ്പം തന്നെ ഫണ്ട് വരും. പ്രത്യേകിച്ച് കർണാടകയും മഹാരാഷ്ട്രയും എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം, മുംബൈ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയാണ് BJPയും ശിവസേനയും തമ്മിലുള്ള പലപ്പോഴും മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അത്രത്തോളം പ്രചരണങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് സമാനമായ രീതിയിൽ മുംബൈ കോർപ്പറേഷൻ പിടിക്കാനുള്ള പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ട്. കാരണം നമ്മുടെ എല്ലാ സാമ്പത്തിക തലസ്ഥാനം പിടിക്കുക എന്നത് എല്ലാ പാർട്ടി ശിവസേനയുടെയും BJPയുടെയും കോൺഗ്രസിൻ്റെ എല്ലാം ലക്ഷ്യമാണ്, NCPയുടെ. അതെ, പക്ഷേ അത് തുടർച്ചയായി തന്നെ അവിടെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശിവസേനയാണ്. ആ ശിവസേനയുടെ മുന്നേറ്റമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ 93 സീറ്റ് എന്തോ ശിവസേന, 88-ലധികം സീറ്റ്, 80 ആ റേഞ്ചിലാണ് BJP നിൽക്കുന്നത്. BJPക്ക് എന്തായാലും ഈ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അടുത്ത തവണ നടക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുംബൈയിലും ഭരണത്തിലെത്താൻ കഴിയും. കാരണം ഇപ്പോൾ ശിവസേനയുടെ വലിയ വിഭാഗം BJPയോട് കൂടെ ഉണ്ടായിരുന്നു. അന്നൊരു തർക്കമുണ്ടായിരുന്നു. ഈ ശിവസേനയും NCPയും പിളർന്നപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുന്നത് ഇത് ഏത് ശിവസേനയാണ്, ഇത് ആരെ പക്ഷത്താണ് ജനങ്ങൾ
നിൽക്കുക എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അതെന്തായാലും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. BJPയുടെ കൂടെ നിൽക്കുന്ന ശിവസേനയ്ക്ക് 50-ലധികം സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അജിത് പവാറിനെതിരെയുള്ള വലിയ വിമർശനമുണ്ടായിരുന്നു. ശരത് പവാർ എന്ന അതികായനെ തകർക്കുവാൻ ഈ അജിത് പവാറിന് കഴിയുമോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ BJPക്കും തങ്ങൾ ഉദ്ദേശിക്കുന്ന സീറ്റ് നേടാൻ കഴിയും, ശിവസേനയ്ക്കും കഴിയും. പക്ഷേ ഈ അജിത് പവാറിൻ്റെ സീറ്റ് മുഴുവൻ പരാജയപ്പെട്ടാൽ BJPക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്നോ ചില ചോദ്യങ്ങളും ഉയർന്നിരുന്നു. അദ്ദേഹവും വലിയ രീതിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 40-ലധികം സീറ്റിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ തിരഞ്ഞെടുപ്പായിരുന്നു ഈ മേഖലയിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ EVM-നെ പഴയതുപോലെ തന്നെ കുറ്റം പറഞ്ഞ് രംഗത്ത് വരുന്നു. പക്ഷെ അവർക്കിപ്പോൾ പ്രതിപക്ഷ ഈ നേതാവിന് പോലും ആവശ്യപ്പെടാനുള്ള ശതമാനം വോട്ട് പോലും അവിടെ ലഭിച്ചിട്ടില്ല, സീറ്റ് ലഭിച്ചിട്ടില്ല. ഇല്ല, കാരണം 25-28 സീറ്റ് ലഭിച്ചാൽ മാത്രമേ പ്രതിപക്ഷ നേതാവിനെ ആവശ്യപ്പെടാൻ കഴിയൂ. ഇപ്പോൾ ഒരു പാർട്ടിക്കും അത് ലഭിച്ചിട്ടില്ല. ശിവസേനയ്ക്ക് 20, കോൺഗ്രസിന് 16, NCPക്കും ഈ 15-ൽ താഴെ. അത്തരത്തിൽ ഈ സംഘടന, ഈ പാർട്ടികൾ, ഈ സഖ്യം പൂർണ്ണമായി തകർന്നൊരവസ്ഥയിലാണ്. എന്തായാലും അവസാന ഘട്ടത്തിൽ 2014 ആദ്യമായി ഫഡ്നാവിസ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. 5 വർഷം മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. പിന്നീട് ശിവസേന കാലുവാരി അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിൽ കൂടുതൽ കരുത്തോടെ ശിവസേനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഫഡ്നാവിസ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായി മാറാൻ പോകുകയാണ്.